കൂട്ടാ അങ്ങോട്ട് എവിടെ നിന്നു കേട്ടോ അച്ഛനടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ കേട്ടോ അങ്ങോട്ട് വരട്ടെ ആടാ കണ്ടിട്ട് രാത്രി വരാട്ടോ ഇതോ വൈകണ്ട അല്ലേ അങ്ങോട്ട് കാലുമ മുറി കൊണ്ടാണ് കൊണ്ടുപോകത്ത് കേട്ടോ മറ്റേ വാ അവിടെ ആക്കി തരാം. ഇന്ന് നമ്മൾ പോണത് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഉണ്ണിക്കുട്ടനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ കാലുമ മുറിയായത് കാരണം അപ്പോൾ മണൽക്കൂടെയൊക്കെ നടക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അവനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല. അവനെ തറവാട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവന് മുറിയായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയാം കേട്ടോ. അതുകൊണ്ട് അവൻ ഞാൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കാറില്ല. ഞങ്ങൾ 5 പേരാട്ടോ പോണത്. ഇത് ഞങ്ങളെ ഫാമിലിയിലത്തെ ഒരു ചേച്ചിയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ അമ്മയും വരുന്നുണ്ട് കേട്ടോ. അച്ഛനമ്മേനെ കൊണ്ടുവന്നൊക്കെ വന്നതാണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കാണ് കേട്ടോ. ഏകദേശം 2-2:30 ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബ്രഹ്മക്ഷേത്രം കാണുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ബ്രഹ്മക്ഷേത്രങ്ങൾ വളരെ കുറവാണല്ലോ അല്ലേ. ഉച്ച ആയതുകൊണ്ട് ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ കയറി തൊഴുതിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ പോയത് തവനൂർ വഴിയാണ് കേട്ടോ. ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ അതിൽ പോയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ പിന്നെ തിരുനാവായ ക്ഷേത്രത്തിൽ വന്നിട്ട് നമുക്ക് പാലം വഴി ഇങ്ങോട്ട് നീളാരതി നടക്കുന്ന സ്ഥലത്തേക്ക് വരണമായിരുന്നു. അത് താൽക്കാലിക പാലമായതുകൊണ്ട് 100-150 ആൾക്കല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബ്ലോക്കും പിന്നെ ഒരുപാട് ക്യൂ നിന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഒക്കെ കുറേ വൈകുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇതാ പുഴയിൽ കൂടെ തന്നെ നടന്ന് നമ്മൾ നീലയുടെ തീരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും ഈ പുണ്യനദിയിൽ ഒന്ന് മുങ്ങണമെന്ന് അത്രയും ആഗ്രഹിച്ചുള്ള കാര്യമാണ്. അങ്ങനെ ആ ആഗ്രഹം നടന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോഴേക്ക് 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് അവിടെ എത്തിയത് കാരണം വല്ലാതെ തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. കാരണം തിരക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ തൊഴാനും ഒക്കെ പറ്റി. കുറച്ചും കൂടി വൈകിട്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണാനും ഇങ്ങനെ സ്ഥലങ്ങളുണ്ടെന്നും ഒന്നും അറിയില്ല കേട്ടോ. അത്രയും തിരക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തിയൊക്കെ ഇന്നലെ കേട്ടോ പോയത്. ഞങ്ങൾ പോയിട്ട് 3-4 ദിവസമായി. അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല, പോയി വന്നു എന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞു. 3:30 ആകുമ്പോഴേക്ക് ആൾക്കാർ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവരുടെ കൂട്ടത്തിലിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ആ വെയിലിൻ്റെ ചൂടോ ഇല്ലെങ്കിൽ ക്ഷീണമോ ഒന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ കുളി കഴിഞ്ഞ് കുറേ നേരം ആദ്യമൊക്കെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇരിക്കായിരുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 3-4 മണിക്കൂർ നീളാരതി കാണാനുള്ളൊരു ആകാംക്ഷയായിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഏകദേശം ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സമയം നമ്മളവിടെ ഇരുന്നു നമുക്ക് അവിടെ നിന്ന് തോന്നുകയില്ല. ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ അവിടെ. ഭജനയും കാര്യങ്ങളും പാട്ടും ഒക്കെ അങ്ങനെ സമയം കഴിഞ്ഞത് അറിഞ്ഞേയില്ല. നമുക്കവിടെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അത് തീരാൻ നഷ്ടമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു. ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ അറിയൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞു കേട്ടോ. പിന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. 6:30-ക്ക് തുടങ്ങുന്നൊക്കെ അവിടെ ആളുകൾ പറഞ്ഞു കേട്ടിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും 6:30 തുടങ്ങാൻ 7-7:30 ഒക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലാവുകൊണ്ട് ഞങ്ങൾക്ക് തിരക്ക് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല കേട്ടോ. പക്ഷേ വൈകുന്തോറും ആളുകൾ ഇരട്ടിയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ബാക്കിലേക്ക് നോക്കുമ്പോഴാണ് ഇത്രയും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ആരതിയുടെ സമയമായപ്പോഴേക്ക് ഒരുപാട് ആളുകൾ നിറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ നവമുകുന്ദ ക്ഷേത്രം. പിന്നെ 6:30 ആകുമ്പോഴേക്ക് ആരതിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിയിരുന്നു. ശിവായ നമഃ. ഹര നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ്. ഹര ഹര മഹാദേവ്. ഹര നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ്. ഹര ഹര മഹാദേവ്.
यस्मरेत् पुण्डरीकाक्षं सवार्यानन्दराशिभिः ॐ पुण्डरीकाक्ष पुनादो पुण्डरीकाक्ष पुनादो पुनादो पुण्डरीकाक्षः स्वस्ति तिलककला. അപ്പം എല്ലാവരും ഒരേ മനസ്സോടുകൂടി കാത്തിരിക്കണ ആ ശുഭമുഹൂർത്തം എത്താറായി. അവിടുത്തെ ശങ്കുലിനാദവും ഭജനയും എല്ലാം നമ്മുടെ മനസ്സിനെ എവിടെയോ എത്തിപ്പെട്ടുന്ന പോലെ തോന്നിയിട്ടോ. ഇപ്പോഴും കണ്ണടച്ച് നമുക്ക് നമുക്ക് ആ അനുഭവം ഇപ്പോഴും നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നതായി തോന്നുന്നു. ഈശ്വര സാന്നിധ്യം അവിടെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടോ ഈ സന്ദർഭത്തിൽ. അവിടുത്തെ ആരതി സമയത്ത് ഉള്ള പാട്ടും ഭജനയൊക്കെ എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ. പക്ഷെ അത് കോപ്പറേറ്റ് വരുമെന്ന് പേടിച്ചിട്ടാട്ടോ അടുത്തത്. കോപ്പറേറ്റ് എന്നൊരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. എന്ത് രസമായിരുന്നു കേൾക്കാനെന്ന്. ഞങ്ങൾ ആരതി കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടാട്ടോ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തിക്കിലും തിരക്കിലൊന്നും പെട്ടില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഒരു ട്രാവലർ വിളിച്ച് എല്ലാവരും കൂടി പോകണമെന്നായിരുന്നു കേട്ടോ. പിന്നെ തോന്നിയത് ഇല്ലാത്തത് നന്നായിന്ന്. കാരണം ഒരുപാട് ആളുകളായി വരുമ്പോൾ കൂട്ടം തെറ്റിയിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ 5 പേര് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, സുഖമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാനും വേഗം തിരിച്ചെത്താനും പറ്റി. പാലം കടന്ന് പോണ ആൾക്കാരുടെ ഒരുപാട് ക്യൂ അവിടെ നിന്നിരുന്നു കേട്ടോ. ഞങ്ങൾ തവനൂർ ഭാഗത്ത് കൂടെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ വരണ വഴി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. ശരീരേ തസ്മാകൈയോയം അർത്ഥാസോ അഭികസ്യതാഃ അന്തരീക്ഷേണ പതതി വിശ്വാരൂപാവതാകശൽ മുനിർദേവസ്യ ദേവസ്യ സൗഹൃദ്യായ സഖാഹിതാഃ വാദസ്യാശ്വോവായ. പിന്നെ വരുന്ന വഴി ഞങ്ങൾ സ്വാമിമാരെ കണ്ടു കേട്ടോ. അപ്പോൾ ദക്ഷിണയെ കൊടുത്തു, അനുഗ്രഹം വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ സ്വാമിമാരെ അടുത്തുനിന്ന് കണ്ടില്ല കേട്ടോ. കുറേ ദൂരം നിന്നാണ് കണ്ടിരുന്നത്. അപ്പോൾ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വരുമ്പോൾ ഞങ്ങൾ കണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. 10:45 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. സമയം എത്രയായാലും ഉണ്ണിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് തറവാട്ടിൽ നിന്ന് അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി.